കുഞ്ഞു കുരുന്നുകളെ കൈകൾ കോർത്തു നടന്നു വരൂ, അറിവിൻ പൊൻതിരി തെളിയും പുലരിയിലിനിയൊന്നായി ചേരാം. ചിരിവിരിയും മലരിതളുകളായി ഇവിടിനിയൊന്നായി കളിയാടാം. വരൂ വരൂ കൈ കോർക്കാൻ, വരൂ വരൂ കളിയാടാൻ, അറിവിൻ അക്ഷരമധുരം നുണയാൻ. വരൂ വരൂ ഇതിലേ, വരൂ വരൂ ഇതിലേ. വരൂ വരൂ ഇതിലേ, വരൂ വരൂ ഇതിലേ. പരിപാടി സ്വാഗതം ചെയ്യുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതനായ 30 വർഷക്കാലം ഹൈസ്കൂൾ വിഭാഗം ഹിന്ദി അധ്യാപകനായിരുന്ന, എന്നാൽ ഇന്നലെ ചാർജ് ഏറ്റെടുത്ത് കാർഡിയൻ സിറിയൻ ഹൈസ്കൂളിന്റെ ഹെഡ് മാസ്റ്ററായി ചുമതലയേറ്റ, നിങ്ങൾക്ക് ഇത്ര നേരം നിർദ്ദേശങ്ങളും നമ്മുടെ സ്കൂളിൽ പാലിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും വിശദമാക്കി തന്ന നമ്മുടെ ജി മാസ്റ്ററാണ് നമ്മുടെ പുതിയ എച്ച്. ജി മാസ്റ്ററെ സ്നേഹപൂർവ്വം സ്വാഗത പ്രസംഗത്തിനാണ് ക്ഷണിച്ചിരുന്നത്. എല്ലാവർക്കും നമസ്കാരം. 1927 അഭിമന്യ മാർ അഭിമലേഖ് പരിശുദ്ധ അഭിമന്യ മാർ അഭിമലേഖ് സ്ഥാപിതമായ ഈ വിദ്യാലയത്തിൽ 34 ഡിവിഷനുകളിലായി 2000-ഓളം വിദ്യാർത്ഥികൾ അധ്യയനം നടത്തിയിരുന്നു. 47 അധ്യാപകരും 7 അനധ്യാപകരുമായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന നമ്മുടെ ഹൈസ്കൂൾ വിഭാഗം. ഒപ്പം തന്നെ ഹയർ സെക്കൻഡറി ഉണ്ട്, LKG മുതൽ LP സെക്ഷൻ വഹിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം ഒരു വലിയൊരു സമുച്ചയമാണ്, ഒരു വിദ്യാഭ്യാസ സമുച്ചയമാണ് കാൽഡിയൻ സിറിയൻ ചർച്ച് സ്കൂൾസ് ഇവിടെ നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത്. വളരെയധികം അഭിമാനിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരുവാനും ഇവിടെ പങ്കെടുക്കാനുള്ള ആ ഒരു അവസരം ലഭിച്ചതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം. അതുപോലെ തന്നെ വിദ്യാലയത്തിന്റെ ഉയർച്ചയിൽ നിങ്ങൾ ഓരോരുത്തരും ഭാഗമാക്കാകുവാൻ ശ്രമിക്കണമെന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ വിദ്യാലയത്തിന്റെ PTA പ്രസിഡന്റ് 2-3 വർഷങ്ങളായിട്ട് നമ്മുടെ വിദ്യാലയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു PTA പ്രസിഡന്റാണ് നമുക്ക് ഒപ്പമുള്ളത്. ആദ്യമായിട്ട് വിദ്യാലയത്തിൽ ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് PTA പ്രസിഡന്റ് ശ്രീ MR പ്രിൻസ് അവരുടെ സാദരം സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെയാണ് കാൽഡിയൻ സിറിയൻ ചർച്ച്, കാൽഡിയൻ സിറിയൻ സഭയുടെ പാട്രിയാർക്കൽ അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിൽക്കുന്ന വളരെ ആദരണീയനായ, വളരെ ബഹുമാനീയനായ നമ്മുടെ മാറോഗ്യം കുര്യാക്കോസ് എപ്പിസ്കോപ്പ വിദ്യാലയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സസൂക്ഷ്മം പരിശോധിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ എല്ലാ കാര്യങ്ങളിലും നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന നമ്മുടെ അഭിനന്ദ തിരുമേനി മാറോഗ്യം കുര്യാക്കോസ് എപ്പിസ്കോപ്പ തിരുമേനിയെ ഈ യോഗത്തിലേക്ക് ആർദ്രമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ വിദ്യാലയത്തിനൊപ്പം ഏതൊരു കാര്യത്തിനും ഒപ്പം നിൽക്കുന്ന, ഏതൊരു പ്രവർത്തനത്തിനും ഒപ്പം എല്ലാ പ്രവർത്തനങ്ങൾക്കും വരുന്ന നമ്മുടെ ഡിവിഷൻ കൗൺസിലർ, തൃശ്ശൂർ കോർപ്പറേഷൻ ഡിവിഷൻ കൗൺസിലർ, അവരെ
എല്ലാ കാര്യങ്ങൾക്കും വേണ്ടതായ നിർദ്ദേശങ്ങളും തരുന്നുണ്ട്, അതിനുവേണ്ട സഹായ സഹകരണങ്ങളും ചെയ്തു തരുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന നമ്മുടെ ഡിവിഷൻ കൗൺസിലറായ ശ്രീമതി സിന്ധു ആൻഡോ ചാക്കോയെ ഈ യോഗത്തിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ കാലിക്കറ്റ് സിറിയൻ ചർച്ച് സ്കൂൾസിന്റെ കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ സിസ്റ്റർ OU ജിൻസി അവറുകൾ വിദ്യാലയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ചർച്ച് സ്കൂളിൽ സഭയായിട്ടുള്ള 5-6 വിദ്യാലയങ്ങളുണ്ട്. ഈ 6 വിദ്യാലയത്തിന്റെയും എല്ലാ ചുമതലകളും സിസ്റ്ററിൽ നിക്ഷിപ്തമാണ്. വളരെ ഭംഗിയായി തന്നെ അത് മുന്നോട്ട് പോകുന്നു. വേണ്ടതായ നിർദ്ദേശങ്ങൾ ഒക്കെ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും കുട്ടികളെ സംബന്ധിച്ചാണ് ഈ സിസ്റ്റർ ഓഫീസ് നമ്മുടെ വിദ്യാലയത്തിനകത്ത് തന്നെയാണ്. അപ്പോൾ ഒരുപാട് സമയം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ കൂടെ സിസ്റ്റർ ഉണ്ടാകും. ഓരോരോ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും അതുപോലെ തന്നെ പ്രവർത്തിക്കാനും സിസ്റ്റർ ഒപ്പം ഉണ്ടാവും. നമ്മുടെ കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ സിസ്റ്റർ OU ജിൻസി അവരുടെ ഈ യോഗത്തിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയത്തിൻ്റെ PT എക്സിക്യൂട്ടീവിലെ വൈസ് പ്രസിഡന്റായ ശ്രീ ജോയ്സൺ പോൾ, അദ്ദേഹം എല്ലാ പ്രവർത്തനങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. കൂടാതെ കുട്ടികളുടെ അതുപോലെ തന്നെ പാരൻസിൻ്റെയും എന്തെല്ലാം ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടതായ നിർദ്ദേശങ്ങൾ അധ്യാപകർക്ക് കൊടുക്കാനും അതിനുവേണ്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുള്ള ആ ഒരു ആർജവമുള്ള ഒരു വ്യക്തിയാണ്. ജോയ്സൺ പോൾ സാറിനെ ഈ വേദിയിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പാൾ, അതായത് +2 സെക്ഷൻ്റെ നമ്മുടെ വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പാളാണ് ശ്രീ ഡോക്ടർ ഹബീബ് ബോൾ സാറ്. അടുത്ത് തന്നെ എത്തും. നമ്മുടെ വിദ്യാലയത്തിലേക്ക് കുറച്ച് വഴികളാണ്. അദ്ദേഹത്തിന് തന്നെ എത്താൻ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും ഡോക്ടർ ഹബീബ് ബോൾ സാറിനെ ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വിദ്യാലയത്തിൻ്റെ സീനിയർ അസിസ്റ്റന്റ്, ഇപ്പോഴത്തെ സീനിയർ അസിസ്റ്റന്റായിട്ട് ഇരിക്കുന്നത് ശ്രീമതി ബിനു KB ടീച്ചറാണ്. ടീച്ചർ ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളിൽ കയറിയപ്പോൾ ടീച്ചർ ഇപ്പോൾ സീനിയർ അസിസ്റ്റന്റായിട്ട് ഇപ്പോൾ ടീച്ചർ ഈ ഒരു യോഗത്തിലേക്ക് നന്ദി പറയാനായിട്ട് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ പ്രസിഡൻഷ്യൽ അഡ്രസ് അധ്യക്ഷ പ്രസിഡന്റിനായിട്ട് ക്ഷണിക്കുകയാണ്. PTA പ്രസിഡന്റ് ശ്രീ പ്രിൻസ് എംആർ അവരുടെ അധ്യക്ഷ പ്രസിഡന്റിനായിട്ട് ക്ഷണിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം പറഞ്ഞ എല്ലാ കുട്ടികളും ശബ്ദം കേട്ടിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന 3 വർഷമായി എനിക്ക് ഈ സ്കൂൾ വിദ്യാലയത്തിന്റെ ഒരു PT പ്രസിഡന്റ് എന്ന സ്ഥാനം കൊണ്ടുനടക്കാൻ പറ്റിയിട്ട് ഈ കൊല്ലം കൂടി കഴിഞ്ഞാൽ എനിക്ക് മാറണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. എന്തായാലും കൊറോണ കഴിഞ്ഞ് നമ്മുടെ എല്ലാ കുട്ടികളെയും ഒരു 6 മാസം മുമ്പാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പ്രവേശനോത്സവം നമ്മുടെ ഈ സ്കൂളിൽ ഇവിടെ നടത്താൻ സാധിച്ചത്. എന്തായാലും പുതിയ കുട്ടികൾ 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളും 8ാം ക്ലാസ് 5ാം ക്ലാസ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ പുതിയ കുട്ടികൾ നമ്മുടെ ഈ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്. എല്ലാ കുട്ടികൾക്കും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം നമ്മൾ 10 മണി തൊട്ട് ഇവിടെ എല്ലാ കുട്ടികളും കൂടെ ഹാജരായതാണ്. നമുക്ക് ഇപ്പോൾ നമ്മുടെ നമ്മുടെ സാഹചര്യ വേദിയിലിരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ വേദിയിലിരിക്കുന്ന തിരുമേനിയുണ്ട്, സിസ്റ്ററുണ്ട്, നമ്മുടെ സിന്ധു മാഡം ഉണ്ട്, എൻ്റെ വൈസ് പ്രസിഡന്റ് ജോയ്സ് പോൾ ഉണ്ട്. എല്ലാവർക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ തിരുമേനി നിങ്ങളോട് നല്ലൊരു ഉദ്ഘാടന പ്രസംഗം നടത്തും. നിങ്ങൾ വന്നത് എന്തിനാണ് നിങ്ങൾ മനസ്സിലാക്കുക. നാളത്തെ താരങ്ങളായിട്ട് നമുക്ക് നമ്മുടെ സ്കൂളിലും സമൂഹത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ചേട്ടന്മാര് പഠിച്ചു പോയ പോലെ നമുക്ക് എന്തെങ്കിലും നമുക്ക് പഠിച്ച് സാധാരണ രീതിയിൽ കുറച്ച് പഠിക്കാതെ നല്ല രീതിയിൽ പഠിച്ച് നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു നമ്മുടെ സമൂഹത്തിന് നമ്മുടെ വീട്ടിലും എല്ലാവർക്കും ഒരു പൊതു മുതൽക്കൂട്ടാവാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെയുള്ള എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു ഇന്നത്തെ തൊട്ട് പുതിയൊരു വിദ്യാരംഭം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു പ്രിൻസ്. അടുത്തതായി ഇന്നത്തെ ചടങ്ങിനെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുന്നത് നമുക്ക് ഏവർക്കും ബഹുമാനനും ആദരണീയനുമായ
നമ്മുടെ അഭിവന്യ ഔവിൻ കുര്യാക്കോസ് തിരുമേനി അവർകളാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് ക്ഷണിച്ചു. നമ്മുടെ സ്കൂളുകളുടെ കോർപ്പറേറ്റ് മാനേജർ സിസ്റ്റർ ഏജൻസി, നമ്മുടെ തന്നെ ഡിവിഷൻ കൗൺസിലർ ശ്രീമതി സിന്ധു മാഡം, ഇന്ന് ആശംസകൾ അർപ്പിക്കുന്ന PTA വൈസ് പ്രസിഡന്റ് ശ്രീ ജോയ്സൺ, ഡോക്ടർ അബീബ് പ്രിൻസിപ്പൽ, ശ്രീമതി ബിനു KP, നമ്മുടെ പുതിയ HM ശ്രീ ജീൻ മോക്കൻ, മറ്റ് സ്നേഹമുള്ള അധ്യാപകരെ, വിദ്യാർത്ഥിനികളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, പുതിയ ഒരു അധ്യയന വർഷം ആരംഭിക്കുകയും കഴിഞ്ഞ 1-2 വർഷമായിട്ട് നമ്മൾ വീട്ടിലിരുന്നാണ് ഇതൊക്കെ ആരംഭിച്ചത്. വീട്ടില് മൊബൈലിന്റെയും സ്ക്രീനിന്റെയും മുന്നിലിരുന്ന് നമ്മൾ പഠിക്കുകയായിരുന്നു. ആ കോവിഡ് കാലഘട്ടം മാറി വരുന്നു. അതുകൊണ്ട് കോവിഡാനന്തര കാലഘട്ടത്തിൽ എങ്ങനെയാണ് വിദ്യാഭ്യാസം മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ഇന്ന് എല്ലായിടത്തും ചർച്ച ചെയ്യുന്നുണ്ട്. കോവിഡിന് എല്ലാവർക്കും പേടിയാണ്. അതുകൊണ്ട് ഇപ്പോഴും കോവിഡ് മുഴുവനായിട്ടും മാറിയോ എന്ന് ചോദിച്ചാൽ മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും അതുപോലെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററും ഒക്കെ പറയുന്നു, നിങ്ങൾ മാസ്ക് ഉപയോഗിക്കണം, സാനിറ്റൈസർ ഉപയോഗിക്കണം, പറ്റുമെങ്കിൽ പരമാവധി സാമൂഹ്യ അകലമൊക്കെ പാലിക്കണം. അത് മുൻകരുതലുകൾ എടുത്തുകൊണ്ട് തന്നെ സ്കൂളില് കുട്ടികൾ പഠനം ആരംഭിക്കണം എന്നാണ് അവരുടെയൊക്കെ താല്പര്യം. അതുകൊണ്ട് നമ്മുടെ കുട്ടികളും ഈ പറയുന്ന മുൻകരുതലുകളൊക്കെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നാണ് പറയുക. വിദ്യയാണ് ഏറ്റവും വലിയ ധനം. ഇന്ന് ലോകം മുഴുവൻ ധനത്തിന്റെ പുറകെ ഉള്ള ഒരു പാച്ചിലാണ്. അങ്ങനെ ധനത്തിന്റെ പുറകെ പോയിട്ട് നാം ഒന്നും വലിയ കാര്യമായിട്ട് നേടുന്നില്ല. കുറച്ച് സ്വത്തും കുറച്ച് സമ്പത്തും ഒക്കെ നമുക്ക് ഉണ്ടാക്കുമെന്നല്ലാതെ, മറിച്ച് അതിനേക്കാൾ വലുതാണ് വിദ്യ സംഭരിക്കാനുള്ളത്. വിദ്യയാണ് നിങ്ങൾ എവിടെ പോയാലും നിങ്ങളെ ഒരുമിച്ച് നിർത്തുന്നതും നിങ്ങളാക്കി നിങ്ങളുടെ കാലിൽ നിർത്തുന്നതും നിങ്ങൾ സമ്പാദിച്ചിരിക്കുന്ന വിദ്യ ആരംഭിക്കുന്ന അവസരത്തിൽ എല്ലാ മതങ്ങളും തന്നെ പറയുന്നുണ്ട്, ദൈവത്തിന്റെ ഒരു കരുതൽ വേണം, ദൈവത്തിന്റെ ഒരു സാന്നിധ്യം വേണം, ദൈവത്തിന്റെ ഒരു കൂടെയുള്ള ഒരു നടപ്പ് നിങ്ങൾക്ക് ആവശ്യമാണ്. ബൈബിള് പറയുന്നുണ്ട്, യഹോവ ഭക്തി, ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. അതുപോലെ ഈശ്വര ഭക്തിയാണ് ദൈവത്തിന്റെ ആരംഭമെന്ന് എല്ലാ മതങ്ങൾ പണ്ഡിതന്മാരും പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിനെ ആശ്രയിച്ച് ദൈവിക സാന്നിധ്യം അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ വിദ്യ ആരംഭിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചാൽ നിങ്ങളുടെ വിദ്യാധനം അത് മറ്റൊരാൾക്കും തകർത്ത് കളയാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ വളർത്തും. അത് ദൈവം നിങ്ങളെ വളർത്തി വലുതാക്കും. കാരണം നിങ്ങളുടെ ആശ്രയം ദൈവത്തിലായതുകൊണ്ട്, ദൈവഭക്തിയിൽ ആയതുകൊണ്ട്. അതുകൊണ്ട് എനിക്ക് കുട്ടികളോട് പറയാനുള്ള ഒരു കാര്യം, ആ ഈശ്വര ഭക്തിയോടുകൂടെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. ഒരു ദിവസമല്ല, എല്ലാ ദിവസവും പഠിക്കുന്ന സമയങ്ങളിലൊക്കെ
ആ ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എന്നതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, നാം ഇവിടെ പഠിപ്പിക്കുന്നത് ഒരു മതവുമല്ല. ഒരു മതം പഠിപ്പിക്കാനായിട്ട് നാം ഒരു സ്കൂളും അനുവദിക്കുകയില്ല. അതുകൊണ്ട് മതത്തിന്റെ തത്വങ്ങളും മതത്തിന്റെ ശാസ്ത്രങ്ങളും ഒന്നും ഒരു സ്കൂളിലും നാം പഠിപ്പിക്കുന്നില്ല. മാത്രമല്ല, സ്കൂളിൽ പഠിപ്പിക്കുന്നത് കേരള എഡ്യൂക്കേഷൻ കമ്മിറ്റി തന്നിരിക്കുന്ന സിലബസ് ആണ് പഠിപ്പിക്കുന്നത്. ആ സിലബസ് പഠിച്ച് നിങ്ങൾ വളർന്നു വലുതാകുക. കാരണം മതം നിങ്ങൾ പല സ്ഥലത്തും പഠിക്കുന്നുണ്ടാകാം. ആ പഠിക്കുന്നതൊന്നും തന്നെ സ്കൂൾ പ്രമിസസിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കരുത് എന്ന് ഈ സമയത്ത് ഞാൻ പ്രത്യേകം ഈ സമയത്ത് നിങ്ങളെ ആവശ്യപ്പെടുകയാണ്. കാരണം ഇതൊരു മതം പഠിപ്പിക്കുന്ന സ്ഥലമല്ല. ഈ കഴിഞ്ഞ കാലഘട്ടത്തില് എനിക്ക് വളരെ അതിശയം തോന്നിയ ഒരു കാര്യമാണ് ഒരു കുട്ടി നടത്തിയ ഒരു മുദ്രാവാക്യം. അത് പലപ്പോഴും എതിർപ്പിന്റെയും അതുപോലെ വൈര്യത്തിന്റെയും അതുപോലെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിന്റെയും മറ്റുള്ളവരെ നശിപ്പിക്കുന്നതിന്റെയും ഒക്കെ ഒരു ലക്ഷണമായിട്ടാണ് നമുക്ക് മനസ്സിലായത്. കാരണം നിങ്ങള് എന്താണ് അരിയും മലരും ഒക്കെ കരുതിക്കോ കുന്തിരിക്കോ ഒക്കെ കരുതിക്കോ എന്നൊക്കെ പറഞ്ഞ് അത് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ഒരിക്കലും അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയല്ല. സ്കൂളുകളിൽ അതൊരിക്കലും ഒരു കുട്ടിയും അത് ആവർത്തിക്കാൻ പാടില്ല. മാത്രമല്ല, അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ഒരു കുട്ടികൾക്കും സ്കൂളിലെ പ്രിമിസസിൽ ഉണ്ടാവാനും പാടില്ല. മാത്രമല്ല, അതിനു പകരം അത് കരുതുക എന്നതിനേക്കാൾ ഉപരി അരിയും പയറും ഇല്ലാത്തവർക്ക് അത് കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അരിയില്ലാത്തവർക്ക് അരി കൊടുക്കാനും പയറില്ലാത്തവർക്ക് പയറ് കൊണ്ട് കൊടുക്കാനും മറ്റുള്ള കാര്യങ്ങള് പല ആവശ്യങ്ങളില്ലാത്തവർക്ക് അത് കൊണ്ട് കൊടുക്കാൻ ഉള്ള മാനസികാവസ്ഥയുള്ള സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും കരുതലിന്റെയും ഒക്കെ മൂല്യങ്ങള് ഉള്ള ഒരു ജനതയെ വാർത്തെടുക്കാനാണ് നാം സ്കൂൾ വിദ്യാഭ്യാസം നടത്തുന്നത്. അതുകൊണ്ട് പ്രത്യേകം കുട്ടികളെ ശ്രദ്ധിക്കുക. അതുപോലെയുള്ള മുദ്രാവാക്യങ്ങളുടെ പിന്നാലെ ഒരിക്കലും പോകരുത്. അങ്ങനെ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അത് സ്കൂളിൽ വന്ന് അത് ആവർത്തിക്കരുത്, പ്രാവർത്തികമാക്കരുത്. മറിച്ച് ഇല്ലാത്തവർക്ക് കൊടുക്കുന്ന ഒരു സ്നേഹത്തിന്റെ, കരുതലിന്റെ, അതുപോലെ തന്നെ സഹോദര്യത്തിന്റെ ഒരു വ്യവസ്ഥയിലേക്ക്, മൂല്യത്തിലേക്ക് നിങ്ങളെ കുട്ടികൾ വളർന്നു വരണം. അങ്ങനെ ഒരു നല്ല സനാതന മൂല്യങ്ങളുള്ള, മതേതരത്വ മൂല്യങ്ങളുള്ള ഒരു സമൂഹമായിട്ട് നമ്മുടെ കുട്ടികളെല്ലാവരും വളരണം എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അങ്ങനെ വളരണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു പുതിയ ഒരു അധ്യയന വർഷം നമുക്ക് ആരംഭിക്കാം. ഈ അധ്യയന വർഷം മാറ്റത്തിന്റെ, പ്രത്യേകിച്ചും കോവിഡ് മാറി വരുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് ഇവിടെ പുതിയ HM വന്നിരിക്കുന്നു. HM ഇവിടെ നിന്ന് റിട്ടയർ ചെയ്ത് പോയി പുതിയ HM-നെ കിട്ടിയിരിക്കുന്നു. മറ്റ് ടീച്ചർമാര് കുറച്ചു പേര് നിങ്ങൾ മാറി ഇവിടെ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങളുടെ ഒരു പുതിയ തുടക്കമായിട്ട് കോവിഡ് അനന്തരകാലം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഇതൊരു പുതുക്കത്തിനും പുതു ഊർജത്തിനും പുതിയ രീതിയിൽ വിദ്യ സമ്പാദിക്കുന്നതിനും ഇതൊരു മുതൽക്കോട്ടാകട്ടെ എന്നുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായിട്ട് നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. ടെക്സ്റ്റ് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ, നമ്മൾ പഠന സാമഗ്രികൾ റെപ്രസെന്റ് ചെയ്ത് ഓരോ ഡിവിഷന്റെയും ഓരോ കുട്ടികൾക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ സ്കൂളിന്റെ വെൽവിഷറും തൃശൂർ കോർപ്പറേഷൻ കൗൺസിലറുമായ ശ്രീമതി സിന്ധു ആൻഡ് ചാക്കോള മേഡമാണ്. മേഡത്തെ നമുക്ക് ഈ കർമ്മത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിച്ചു പോകുന്നു. ആദ്യം നമുക്കൊരു മെസ്സേജ് മേഡം തരും, അതിനുശേഷമാണ് ബുക്സ് തരുന്നത്. എല്ലാവരും പുതിയ അധ്യയനവർഷത്തിലേക്ക് വന്നതിൽ വളരെയധികം സന്തോഷത്തിലിരിക്കുകയാണ് അല്ലെ എല്ലാവരും. അപ്പൊ നമ്മുടെ വേദിയിൽ ഇരിക്കുന്ന തിരുമേനി കുറെ വാക്കുകളൊക്കെ പറഞ്ഞു തന്നു. അതെല്ലാതും എല്ലാവരും പ്രാവർത്തികമാക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും നിങ്ങള് ദൈവത്തിന്റെ ആ പ്രാർത്ഥനയോട് കൂടിയിട്ട് നടത്തണമെന്നാണ് തിരുമേനി പറഞ്ഞത്. അതുപോലെ തന്നെ എല്ലാവരും ഈ പുതിയ അധ്യയന വർഷം
ഈ നമ്മുടെ ഒരു അധ്യയന വർഷം തുടങ്ങുമ്പോൾ നമ്മൾ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് എല്ലാവരും ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാ മാതാപിതാക്കളും ഏത് മതക്കാരായാലും ഒന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങാൻ പറയും. അത് നമ്മുടെ ഒരു ചെറുപ്പം മുതലേ എല്ലാവരും പരിശീലിച്ചു വന്ന ഒരു മാതൃകയാണ്. അത് എല്ലാവരും അതുപോലെ തന്നെ പ്രാവർത്തികമാക്കുക. തിരുമേനിയുടെ നല്ല വാക്കുകൾ നിങ്ങൾ എല്ലാവരും ശ്രമിച്ച് അതുപോലെ തന്നെ അനുസരിക്കാം. 2 വർഷം നമ്മൾ കോവിഡ് ആ ഒരു മഹാമാരിയുടെ ഒരു ഇടയിലായിരുന്നു എല്ലാവരും. ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പോ വിട്ടിട്ടില്ല ആ മഹാമാരി. എന്നിരുന്നാലും നമ്മളെല്ലാവരും ആ സ്വാതന്ത്ര്യത്തോടു കൂടി പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും ആ പ്രോട്ടോകോളൊക്കെ ടീച്ചർമാർ പറയുന്നതനുസരിച്ച് അത് പാലിക്കാം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും അധികം നമ്മൾ നേടിയെടുക്കേണ്ടത് വിദ്യ തന്നെയാണ്. വേറൊരു സമ്പത്തല്ല നമുക്ക് വേണ്ടത്, വിദ്യയാണ്. അത് നിങ്ങൾക്ക് ഇപ്പൊ ചെറിയ കുട്ടികൾക്കൊന്നും അറിയില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം. നമ്മുടെ സമൂഹത്തിലെ ഒരു മുതൽക്കൂട്ടാവണമെങ്കിൽ നമുക്ക് വിദ്യ ഇല്ലാണ്ട് ഒരു തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ആദ്യാക്ഷരം കുറിച്ച ആ അക്ഷരങ്ങളിലൂടെ നമ്മൾ എല്ലാവരും പഠിച്ച് മുന്നോട്ട് പോയി സമൂഹത്തിലെ ഉന്നത പൗരന്മാരാവാൻ വിദ്യ തന്നെയാണ് നമുക്ക് മുതൽക്കൂട്ട്, സമ്പത്തൊന്നുമല്ല. അത് കഴിഞ്ഞിട്ടേ നമുക്ക് സമ്പത്തിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. സമ്പത്തൊക്കെ നമ്മുടെ കൈകളിൽ ഉണ്ടെങ്കിൽ അത് കള്ളന്മാര് കൊണ്ടുപോകും. പക്ഷെ വിദ്യ നമ്മുടെ കൈകളിൽ ഉണ്ടെങ്കിൽ ആർക്കും നമ്മുടെ വിദ്യ കട്ടുകൊണ്ടുപോകാൻ പറ്റില്ല, അല്ലേ? എല്ലാവർക്കും അത് മനസ്സിലാക്കണം. സമ്പത്ത് നമ്മൾ എന്തോരം ഉണ്ടാക്കിയാലും അത് നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. നമുക്കത് എന്നാ മോഷണം പോവാ എന്നുള്ളൊരു ഭയം ഉണ്ടാവും. പക്ഷെ എത്രമാത്രം നമ്മൾ വിദ്യ നേടിയെടുത്താൽ ആ വിദ്യയെ കൊണ്ട് ഒരാള് മോഷണത്തിന് പോയില്ല, നമ്മുടെ കൈകളിൽ അത് സുരക്ഷിതമായിരിക്കും. ആ സർട്ടിഫിക്കറ്റ്സ് മതി നമ്മൾ സമൂഹത്തിലെ ഉന്നത പൗരന്മാരാവാനും പൗരത്തിമാരാവാനും. അതുകൊണ്ട് എല്ലാ കുട്ടികളും ഇന്നത്തെ ദിവസം നമ്മളൊരു പ്രതിജ്ഞ എടുക്കുക. നമുക്ക് ഏറ്റവും വലിയ പ്രധാനം, സമൂഹത്തിലേക്ക് ഏറ്റവും വലിയ പ്രധാനം വിദ്യ തന്നെയാണെന്ന് മനസ്സിലാക്കി ആ വിദ്യയോടൊപ്പം ഇനി ഞാൻ നല്ല കുട്ടികളായി വിദ്യ അഭ്യസിച്ച് നല്ല കുട്ടികളായി മുന്നോട്ട് പോകും എന്നുള്ള ഒരു പ്രതിജ്ഞയോടുകൂടി വേണം നമ്മൾ ഇന്നത്തെ പ്രവേശനോത്സവം ആരംഭിക്കാൻ. എല്ലാ വിദ്യാലയങ്ങളിലും നമുക്കൊക്കെ നല്ല തിരക്കാണ്, എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം നടക്കുന്നുണ്ട്. എന്താണ് പ്രവേശനോത്സവം? ഉത്സവമാണത്. അതെന്തുകൊണ്ട് ഉത്സവത്തോടു കൂടി നമ്മൾ ആരംഭിക്കുന്നു? കാരണം വിദ്യയാണ് ഏറ്റവും പ്രധാനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോ കുട്ടികളും ആ ഉത്സവ തിമർപ്പോടുകൂടി ഇന്നത്തെ ദിവസം മാത്രം അത് അവസാനിക്കല്ല, ഇനിയും നിങ്ങൾക്ക് ഇത് ഒരു ആരംഭമാണ്. ഇനിയും അവസാനം ഇനിയും ഉണ്ട്. ഓരോ വിദ്യാർത്ഥികളും ചിന്തിക്കേണ്ടത് ഇനിയും ഉണ്ട്. നമ്മുടെ ഓരോ വിദ്യാഭ്യാസ മേഖലകളും ഇനിയും ഉണ്ട്. ഒരിക്കലും അവസാനിക്കാത്ത ഒരു കാര്യമാണ് വിദ്യാഭ്യാസം. കാരണം കുറെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ അമ്മമാര് അതുപോലെ അപ്പന്മാരൊക്കെ ഇപ്പോഴും ഈ ചില വിദ്യാഭ്യാസം ചിലവൊക്കെ എടുക്കും, MA എടുക്കും, PG എടുക്കും, അങ്ങനെയൊക്കെ എടുത്തിട്ട് ഇപ്പോഴും നിങ്ങൾ ചില കുട്ടികൾ കണ്ടു വളർന്നുണ്ട്. അപ്പൊ ഒരിക്കലും അവസാനിക്കാത്ത ഒരു ഇതാണ് വിദ്യ. അത് നിങ്ങൾ ഇന്നത്തോടുകൂടി ഉത്സവത്തിനോടുകൂടി നിങ്ങളത് മുന്നോട്ട് പോയി സമൂഹത്തിലെ ഉന്നത പൗരന്മാരാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും എല്ലാ കുട്ടികൾക്കും എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് 10ാം ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ എന്താ പറയാ നന്നായി ഫുൾ A+ അതുപോലെ നല്ല മാർക്കും ഒക്കെ കിട്ടുന്ന ഒരു കാൽഡിയൻ സ്കൂൾ ഈ വിദ്യാലയത്തിൽ ഉണ്ടാകട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങൾ പേര് വിളിക്കുന്ന ക്രമത്തിലെ വിദ്യാർത്ഥികൾ ഇവരെ പഠനോപകരണം സ്വീകരിക്കുന്നതിന് വേണ്ടി വരേണ്ടതാണ്. ആദ്യമായി സ്റ്റാൻഡേർഡ് 5 ഫിലിപ്പ് ഷാർവിൻ. ഓടിവ. 6ാം ക്ലാസ് വേദാനന്ദ് വിനോദ്. സ്റ്റാൻഡേർഡ് 7 ആദിദേവ് KA. 7ാം ക്ലാസ് ആദിദേവ് KA. 8ാം ക്ലാസ് KCR ജിന്നി. സ്റ്റാൻഡേർഡ് 9 ബ്രസൻ ടോണി. സ്റ്റാൻഡേർഡ് 8 KCR ജിന്നി and standard 9 ബ്രസൻ ടോണി. ബ്രസൻ ടോണി വേഗമാണ്.
താങ്ക് യു മാഡം. ഇന്നത്തെ നമ്മുടെ പ്രവേശനോത്സവ ചടങ്ങിന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ കോർപ്പറേറ്റ് മാനേജറും നമ്മുടെ സ്കൂളിന്റെ ഏതൊരു ആവശ്യത്തിനും എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുകയും എല്ലാ കാര്യങ്ങളും ചെറുതോടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ട നിർദ്ദേശം നൽകി ഞങ്ങളോട് കൂടെ എപ്പോഴും സപ്പോർട്ടായിരിക്കുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഡോക്ടർ ഒ വി ജിൻസി അവരുടെ മുഖ്യ പ്രഭാഷണത്തിനായി ക്ഷണിച്ചുകൊണ്ടു. മേഡത്തിന് നല്ലൊരു കൈ കൊടുക്കും. കാരണം എന്താ വെച്ചാൽ മേഡം കൊണ്ട് പോവുകയാണ്. മേഡം നമുക്ക് ചെയ്തൊരു സേവനങ്ങൾ ചെറുതൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ഏത് ചെറിയ ആവശ്യവും വലിയ ആവശ്യവും ഇപ്പൊ നമുക്ക് കിട്ടാവുന്ന പ്രോജക്റ്റിനുള്ളിൽ 1.5 ലക്ഷത്തിന്റെ പ്രോജക്റ്റാണ് നമുക്ക് കിട്ടാവുന്നത്. അതൊക്കെ നേടിത്തരുന്ന മേഡത്തിന് കയ്യടി അധികം ആവില്ല നമുക്ക് കൊടുത്താൽ അല്ലേ? വെരി ഗുഡ്. ഇതിനെ അഭിനന്ദിക്കുന്ന വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എന്റെ കുഞ്ഞുമക്കളെ, പാരന്റ്സ്, ഏറ്റവും സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഇന്ന് നിങ്ങൾക്കറിയാം ഇവിടെ ഇരിക്കുന്നത് ആകെ ഈ വർഷം 2022-23 വർഷത്തില് നമ്മുടെ സ്കൂളിലേക്ക് പുതുതായി കടന്നു വന്ന കുട്ടികൾക്ക് അവരുടെ പാരന്റ്സ് മാത്രമാണ്. അതിനപ്പുറത്ത് 1500 പിള്ളേര് പുറത്ത് നിൽക്കുന്നുണ്ട്. അവർക്ക് ഇവിടേക്ക് കയറാൻ പറ്റുന്നില്ല. മേഡം എന്നോട് പറഞ്ഞൊരു കാര്യമാണ് എന്തുകൊണ്ട് എല്ലാവരെയും പറ്റുന്നില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ച് തിരുമേന്റെ മുമ്പിലേക്ക് ഞാനത് സജഷൻ വെക്കുകയാണ്. കാരണം നമ്മുടെ ഈ മൈതാനത്തെ വലിയ കവർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പിള്ളേരെയും ഇരുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടി നടത്താനായിട്ട് നമുക്ക് സാധിക്കാം. അത്രയും വലിയൊരു ഓഡിറ്റോറിയമായിട്ട് ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വലിയ നമ്മൾ കണ്ടിട്ടുണ്ടാവും മൾട്ടി-മില്യൺ സ്റ്റൈലിലൊക്കെ ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് എല്ലാ പിള്ളേരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പരിപാടി നടത്താൻ അല്ല എങ്കിൽ നമ്മൾ കേൾക്കുന്ന കണ്ടുവരും. അല്ലെങ്കിൽ കുറച്ച് പിള്ളേരെ ഒരു ക്ലാസ്സുകാരെ മാത്രമായിട്ട് നമ്മൾ ഒതുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് ഡിവിഷനൊക്കെ കൂടുകയാണെങ്കിൽ ഈ ഭാഗത്ത് പുതിയ ബ്ലോക്ക് വരുവാണെങ്കിൽ അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ 4 കെട്ട് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സന്ദർഭം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷ. എനിവേ ഇപ്പൊ നമുക്കിപ്പോ തിരുവേനിക്കൊരു കാലം വളർന്നിട്ടിരിക്കുന്നത്. എനിവേ ഇപ്പൊ നമുക്ക് ഇത്രയും കുട്ടികൾ ഉൾക്കൊള്ളാവുന്ന സ്ഥലം നമ്മുടെ കയ്യിലുള്ളൂ എന്നുള്ളത് ഞങ്ങളുടെ ഒരു സങ്കടം തന്നെയാണ്. അത് നിങ്ങളുടെ മുമ്പിലേക്ക് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഈ കുടുംബത്തിലേക്ക് ഈ വർഷം ഈ ദിവസം ആദ്യമായിട്ട് കടന്നു വന്ന എല്ലാ പിഞ്ചു കുഞ്ഞുങ്ങളെയും അതോടൊപ്പം തന്നെ പാരന്റ്സിനെയും ഞങ്ങളുടെ ഈ വലിയ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഈ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ് 7, 8, 9, 10 എന്ന് നമുക്ക് പുതിയ കുട്ടികളുണ്ട്. അപ്പം പല സ്ഥലത്ത് പഠിച്ചിരുന്ന വ്യക്തികളൊക്കെയാണ് ഇവിടെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. എന്റെ പ്രിയ മക്കളെ, നിങ്ങൾക്ക് ഒരു കാര്യം പറയാനുള്ളൂ. പരിശുദ്ധനായ ഒരു തിരുമേനി സ്ഥാപിച്ച ഒരു വിദ്യാലയമാണിത്. പരിശുദ്ധമായ സ്ഥലമാണിത്. ആ പരിശുദ്ധമായ സ്ഥലത്തിൽ നിങ്ങളുടെ കാല് കുത്തിക്കഴിഞ്ഞാൽ പരിശുദ്ധമായി തന്നെ നിൽക്കണം. അതായത് നിങ്ങളുടെ സ്കൂളിൽ വന്ന് പഠിച്ചിറങ്ങുമ്പോൾ കാൽഡിയൽ പഠിച്ച കുട്ടി എന്ന് പറയിപ്പിക്കണം. നല്ലത് പറയിപ്പിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ എന്താ കാൽഡിയലിന്റെ കുട്ടി എന്ന് ഒരു വൾഗറായിട്ട് പറയാനല്ല ഞാൻ പറയുന്നത്. പരിശുദ്ധനായ ഒരു പിതാവ് സ്ഥാപിച്ച ഈ ഒരു സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ അതിന്റെ പരിശുദ്ധി കുറെയൊക്കെ നമുക്ക് ആർജിക്കാനായിട്ട് സാധിക്കാം. അതിന്റെ വിശുദ്ധിയിൽ വേണം നമ്മൾ കുറേയൊക്കെ ജീവിക്കാൻ. അതിന്റെ ഒരു അച്ചടക്കത്തിൽ വേണം നമ്മൾ ഒന്ന് പോകാനായിട്ട്. കുറെ കുട്ടികളെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒന്നങ്ങ് ആർത്ത് ഉല്ലസിക്കാമെന്ന് വിചാരിക്കും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പഠിക്കാൻ വന്നാൽ പഠിക്കണം, കളിക്കേണ്ട സമയത്ത് കളിക്കണം, എല്ലാം വേണം. നമുക്ക് എല്ലതും വേണം. നമ്മളുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഉത്തമ പൗരനായി 1ാം ക്ലാസ് ഇവിടെ കയറിയ 12ാം ക്ലാസ് കഴിയുമ്പോൾ ഒരു ഉത്തമ പൗരനായിട്ട് ഇവിടെ നിന്ന് ഇറക്കി വിടണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതിന് പാരന്റ്സും കുട്ടികളും നമ്മളോട് സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു സന്ദർഭത്തിലേക്ക് നിങ്ങൾ എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എന്റെ പ്രിയ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ പഠിച്ചത് എവിടെ നിന്നായിക്കോട്ടെ നമ്മുടെ കുടുംബത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ കുടുംബത്തിന്റെ ഡിസിപ്ലിൻ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം. നിങ്ങൾ എല്ലാവരും ഈ കുടുംബത്തിന്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കണം. നിങ്ങളുടെ വേദന ഞങ്ങളുടെ വേദനയാണ്. ഈ ഒരു കുട്ടിയുടെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിമുട്ടാണ്. പാരന്റ്സ് കൃത്യമായിട്ടും ടീച്ചർമാരായിട്ടുള്ള ഇടപെടലുകൾ നന്നായിട്ട് നടത്തണം. പാരന്റ്സ് PTA മീറ്റിങ്ങുകളിലൊക്കെ നിങ്ങൾ സജീവമായിട്ട് പങ്കെടുക്കുക. അങ്ങനെ നല്ലൊരു ആത്മബന്ധത്തിൽ വേണം നമ്മൾ പോകാനായിട്ട്. എന്നാൽ മാത്രമേ നമ്മളുടെ സ്കൂളിന്റെ അഭിവൃദ്ധി നിങ്ങളുടെ കയ്യിലിരിക്കില്ല. ഞങ്ങൾക്ക് ഇതേപോലെ കെട്ടിടം പണിയാനോ അല്ലെങ്കിൽ അതൊന്നും ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷേ ഈ സ്കൂളിന്റെ ഭാവി നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിലാണ്, നിങ്ങളുടെ കുട്ടികളുടെ കയ്യിലായിരിക്കുന്നു. അപ്പൊ നിങ്ങൾ പഠിച്ച ഫുൾ A+ വാങ്ങുമ്പോഴാണ് ഞങ്ങൾക്ക് അത് ഗ്ലോറിയായിട്ട് മാറുള്ളൂ. നിങ്ങളുടെ സന്തോഷം മാത്രമാണ് ഞങ്ങളുടെ സന്തോഷം. നിങ്ങൾക്കൊരു ദുഃഖമാണ് ഞങ്ങളുടെ ദുഃഖം തന്നെയാണ്. അതുകൊണ്ട് പ്രിയ പാരന്റ്സിനോട് കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളെ സന്തോഷിക്കണം, ഒപ്പം ഞങ്ങളെ സന്തോഷിപ്പിക്കണം. അതായിരിക്കട്ടെ നമുക്ക് ഈ വർഷം അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങളിവിടെ വരുമ്പോൾ ചിന്തിക്കുന്നത്, നിങ്ങൾ സന്തോഷിക്കുന്നതിനൊപ്പം ഞങ്ങൾക്ക് സന്തോഷിക്കാനായിട്ട്
ഇടവരട്ടെ. നിങ്ങൾ സമാധാനത്തിൽ ജീവിക്കും, ഞങ്ങളും സമാധാനത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. അതിനെല്ലാ കുഞ്ഞു കൂട്ടുകാരും ഞങ്ങളോടൊപ്പം നിൽക്കുക. നിങ്ങളോട് കൂടെയുണ്ട്, എപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകർ നല്ലൊരു ടീം ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, 47 ഒരു 50-ലധികം അധ്യാപകരും അനധ്യാപകരും കൂടിയുള്ള ഒരു സംഘം കൂടെ ഉണ്ട്. അപ്പം ഇവരുടെ എല്ലാം സേവനങ്ങളിൽ മുഴുവനായിട്ട് ആർജിച്ചെടുക്കണം. അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് വളരാനായിട്ട് സാധിക്കട്ടെ. എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും, പ്രത്യേകിച്ച് പുറത്തു നിൽക്കുന്ന ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റാത്ത എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വർഷം ഈ അക്കാഡമിക് ഇയർ ഏറ്റവും സന്തോഷത്തിന്റെയും ഏറ്റവും അനുഗ്രഹത്തിന്റെയും നാളെ തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു സിസ്റ്റർ. അടുത്തതായി ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിനെ ആശംസകൾ അറിയിക്കുന്നതിനായി PTA വൈസ് പ്രസിഡന്റ് ശ്രീ ജോയ്സൺ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടനത്തിൽ എത്തിച്ചേർന്ന അഭിനന്ദ തിരുമേനി കുര്യാക്കോസ്, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, മാതാപിതാക്കളെ, ഇന്ന് 5ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവമാണ്. അതുപോലെ തന്നെ നമ്മുടെ HM ആയിട്ടുള്ള പ്രവേശനോത്സവം കൂടിയാണ്. ഇന്നാണ് HM ആയി ഇവിടെ ചാർജ് എടുത്തത്. ജിൻ മാഷിന്റെ കൂടി പ്രവേശനോത്സവമാണ് ഇന്ന്. നിങ്ങൾക്ക് ഒരു പുതിയ HM കൂടി നിങ്ങൾക്ക് ഇന്നലെ ടീച്ചർ പോയി ചാർജ് ജിൻ മാഷിന് നൽകി. അപ്പോൾ 2 കൂട്ടരുടെയും പ്രവേശനോത്സവമാണെന്ന് ഞങ്ങളതിൽ സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കാലങ്ങളിൽ കുട്ടികൾക്ക് ഒരു പഠന രീതികളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ രീതികളെല്ലാം മാറിപ്പോയി. അവര് ഉറക്കം തന്നെ ഇപ്പോൾ എപ്പോഴാണോ മാതാപിതാക്കൾ എപ്പോഴാണോ ഉറങ്ങുന്നത് അതുപോലെ അവരെ ഉറക്കം. അതുകൊണ്ട് തന്നെ അവർ നേരത്തെ ഉറങ്ങുവാൻ നമ്മൾ ശീലിപ്പിക്കാം. അവര് രാവിലെ ഭക്ഷണം കഴിക്കുക. നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വളരെ ഒരു നല്ല അധ്യാപകനെ അതുപോലെ നല്ല കാര്യങ്ങൾ പറയാൻ സാധിക്കും. അദ്ദേഹം നല്ലൊരു അധ്യാപകനായിരുന്നു. നമ്മുടെ സെന്റ് തോമസ് കോളേജിലേക്ക് സൈക്കിള് വരുന്ന ഒരു പ്രൊഫസറായിരുന്നു അദ്ദേഹമായിരുന്നു നമ്മൾ കഴിഞ്ഞ കാലത്തെ വിദ്യാഭ്യാസത്തിൽ. അദ്ദേഹം വിട്ട മെസ്സേജുകളിൽ ചിലതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവര് നേരത്തെ ഉറങ്ങാൻ ശീലിപ്പിക്കണം. അവർ നമ്മുടെ വീട്ടിലെ ഓരോ കാര്യങ്ങളും സഹായിക്കാൻ അവരെ ശീലിപ്പിക്കണം. അവർ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ അവരെ കൊണ്ട് തന്നെ കഴിപ്പിക്കണം. അവരുടെ റൂം, അവരുടെ പഠന റൂം, അതെല്ലാം അവരെ കൊണ്ട് തന്നെ അടക്കി ഒതുക്കി വെക്കാനുള്ള ശേഷം നമ്മളൊരു പുതിയ സിസ്റ്റത്തിലേക്ക്, ഇന്നലെ വരെ കൊറോണയുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ഭയമായിരുന്നു, പുറത്തേക്ക് ഇറങ്ങാൻ ഭയമായിരുന്നു. എല്ലാം ഓർഡർ തെറ്റി, എല്ലാം ഡിസോർഡറായി. നമുക്കത് ഓർഡർ ആക്കി എടുക്കണം. അതിന് ആരും മുൻകൈ എടുക്കണം. മാതാപിതാക്കള് മൊബൈൽ ഓഫ് ചെയ്ത് മുൻകൈ എടുക്കണം. നമുക്കെല്ലാം കാരണമുണ്ട്. എന്താണ്? നമുക്ക് ഓഫീസിലത്തെ കുറെ കാര്യങ്ങൾ മെസ്സേജിൽ അത് നോക്കണ്ടേ? അതുപോലെ തന്നെ നമുക്കുമായി ബന്ധപ്പെടുന്ന മറ്റു മേഖലയിൽ കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ കാരണങ്ങളാണ്. അതുപോലെ പല കാര്യം കുട്ടികൾക്ക് ഉണ്ടാകാം. അപ്പൊ 2 മണിക്കൂറെങ്കിൽ 2 മണിക്കൂർ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് അവരെ കൂടി ഇരുന്ന് സംസാരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ച് ഇരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കണം. അവരുടെ നല്ല കാര്യങ്ങൾ സംസാരിച്ച് സന്തോഷമായ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണം അവരുടെ. അതുപോലെ കുട്ടികളെ വാർത്തെടുക്കുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട്. നമുക്ക് നേരില്ല, നമ്മൾ ഓട്ടത്തിലാണ്. എന്തിനാ ഓടുന്നത്? ജീവിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. ആരെങ്കിലും വന്നിട്ട് ഓടി ഓടി ജീവിക്കുന്നുണ്ടോ? ഒക്കെ നിൽക്കണോട് തന്നെ നിൽക്കുന്നേ. ആരും ഒന്നും നേടുന്നില്ല. ഓട്ടത്തിന് കുറവില്ല. പക്ഷെ നമ്മള് കുറച്ച് സമയം നമ്മൾ മക്കൾക്ക് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ, ഇപ്പൊ നേരത്തെ നമ്മുടെ കൗൺസിലർ പറഞ്ഞു, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. വലിയ മുഖ്യ ഘടകമാണത്. പ്രാർത്ഥന ഏത് മതമായിക്കോട്ടെ, ഏത് ജാതി ആയിക്കോട്ടെ, ഏത് ഇതായിക്കോട്ടെ, അത് മുഖ്യമാണ്. അതവരെ ശീലിപ്പിക്കണം. സ്കൂളിലേക്ക് പോകുമ്പോ മക്കൾക്ക് ടാറ്റ കൊടുത്ത് ഉമ്മ കൊടുത്ത് വിടാനായിട്ട് മാതാപിതാക്കൾക്ക് അറിയില്ല. അങ്ങനെ ചെയ്ത് നമ്മൾ വിടണം. അപ്പോഴാണ് അവർ സ്കൂളിൽ വിടുമ്പോ എന്റെ അമ്മയോടെ കാത്തിരിക്കുന്നവർക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. അങ്ങനെ നമ്മുടെ ജീവിതത്തില് നമ്മൾ കുട്ടികൾക്ക് ഒരു റൂട്ട് ഉണ്ടാക്കി കൊടുക്കണം. അവരെ എല്ലാ റൂട്ടും പോയി കളിക്കാം. അവർ കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ ചേട്ടന്മാര് ചേച്ചിമാര് കണ്ടു വന്നതാണ് അവർ പഠിച്ചു വന്നത്. പക്ഷെ അതെല്ലാം മാറിപ്പോയി.
അപ്പോൾ നമുക്കൊരു പുതിയ സിസ്റ്റം നമ്മളാണ് ഉണ്ടാക്കേണ്ടത്. അതിന് മാതാപിതാക്കൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ തന്നെ അധ്യാപകർക്ക് 9 മണി തൊട്ട് 5 മണി വരെ 4 മണി വരെ അവരുടെ കയ്യിലാണ് കുട്ടികൾ, അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. ഇതെല്ലാം കൂടിച്ചേരുമ്പോഴും നല്ലൊരു പൗരനെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ, ഇവിടെ അധ്യാപകർ അതിനുവേണ്ടി തയ്യാറാണ്. അവരുടെ ഉത്തരവാദിത്തം പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ നാടിനോ സമൂഹത്തിന് നല്ല കുറെ വിദ്യാർത്ഥികൾ നമുക്ക് ലഭിക്കും. അതിനുവേണ്ടി നമുക്ക് ഒന്നിച്ചു മുന്നേറാം. എല്ലാവർക്കും ആശംസകളോട് നിർത്തുന്നു. നന്ദി. അടുത്തതായി നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നമുക്ക് നൽകിയിരിക്കുന്ന ഒരു മെസ്സേജ്, ശ്രീ വി ശിവൻകുട്ടി സാറിന്റെ വിദ്യാർത്ഥികൾക്കുള്ള മെസ്സേജ്. നേരത്തെ കേൾപ്പിച്ചില്ലെന്നാണ് പറയുന്നത്. എന്നാൽ നമുക്ക് ഇന്നത്തെ ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നത് നമ്മുടെ സ്കൂളിന്റെ സ്റ്റാഫ് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമതി ബിനു കെ പി ടീച്ചറാണ്. ടീച്ചറെ സ്നേഹപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ക്ഷണിച്ചു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എത്രയും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മാതാപിതാക്കളെ, എൻ്റെ സഹപ്രവർത്തകരെ, നമ്മൾ പരിപാടി തുടങ്ങാനായിട്ട് കുറച്ച് വൈകി. നമ്മുടെ വിശിഷ്ടാതിഥികളൊക്കെ എത്തിച്ചേരാനായിട്ട് കുറച്ച് താമസം ഉണ്ടായതുകൊണ്ടാണ്. എന്നാലും കാലാവസ്ഥ നമ്മെ ചതിച്ചില്ല. നല്ലൊരു കാലാവസ്ഥ തന്നെ ദൈവം നമ്മെ സഹായിച്ചു. അപ്പൊ ഇന്നത്തെ ഈ ദിവസം നമുക്ക് മറക്കാനാവാത്തൊരു ദിവസമാണ്. ഏറ്റവും പുതിയ ഡ്രസ്സും പുത്തനുടുപ്പുകളും അതുപോലെ പുസ്തക സഞ്ചിയൊക്കെ ആയിട്ട് നിങ്ങൾ സ്കൂളിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ കാത്തിരിക്കും 1-ാം തീയതി സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ട്. 2 വർഷമായിട്ടില്ല. അപ്പൊ ഈ വർഷം ആ കാത്തിരുന്ന ആ ദിവസം നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ദിവസത്തില് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും നല്ല ഒരു അധ്യയന വർഷം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആദ്യം ആശംസിക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ പരിപാടി ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അഭിമന്യ മാർ ഔദിൻ കുര്യാക്കോസ് എപ്പിസ്കോപ്പ തിരുമേനി ഈ കൽക്കായ സുറിയാനി സഭയുടെ പാട്രിയാർക്കൽ അഡ്മിനിസ്ട്രേറ്ററാണ്. നമ്മുടെ സ്കൂളിന്റെ ഒക്കെ ചാർജ് തിരുമേനിക്കാണ്. തിരുമേനിക്ക് നെല്ലങ്കര സ്കൂളിൽ ഒരു പരിപാടി ഉള്ളത് കൊണ്ടാണ് നേരത്തെ ഇവിടുന്ന് ഇറങ്ങി പോവേണ്ടി വന്നത്. എന്നിരുന്നാലും ഇവിടെ വരാനും നമ്മളോട് നല്ല മെസ്സേജ് ഒക്കെ തന്ന് നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനും മനസ്സ് കാണിച്ച അഭിമന്യ തിരുമേനിക്ക് ഈ കാൽഡിയൻ കുടുംബത്തിന്റെ പേരിലുള്ള നന്ദി, അഗൈതവമായ നന്ദി ഞാനിവിടെ അറിയിക്കുന്നു. ഈ ചടങ്ങിലെ ആധ്യക്ഷം വഹിച്ചത് നമ്മുടെ സ്കൂളിലെ PTA പ്രസിഡന്റ് ശ്രീ പ്രിൻസ് MR അവർകളാണ്. 2-3 വർഷമായി ഇതേ ടീം തന്നെയാണ് നമ്മുടെ PTA അംഗങ്ങള്. അപ്പോൾ ഓരോ കാര്യത്തിലും ഒരു ചെറുതാണെന്ന് നമുക്ക് തോന്നുമെങ്കിൽ പോലും എല്ലാ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ച് നമ്മുടെ വിദ്യാലയത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ശ്രീ പ്രിൻസ് MR അവർകളെ ആധ്യക്ഷ പ്രസംഗം നിർവഹിച്ചതിനും ഈ ചടങ്ങിൽ പങ്കെടുത്തതിനും വിദ്യാലയത്തിന്റെ പേരിലുള്ള നന്ദി പ്രത്യേകം അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ പുസ്തക വിതരണത്തിനായി ഇവിടെ എത്തിച്ചേർന്നിരുന്നത് നമ്മുടെ ഡിവിഷൻ കൗൺസിലർ, കോർപ്പറേഷൻ ഡിവിഷൻ കൗൺസിലർ ശ്രീമതി സിന്ധു ആൻഡോ ചാക്കോളയാണ്. നമ്മുടെ സ്കൂളിലെ എല്ലാ പരിപാടിക്കും ഈ തദ്ദേശ പ്രതിനിധികളുടെ സാന്നിധ്യം ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മാഡം എല്ലാ പരിപാടികളിലും വരാനും അവരുടെ നിർദ്ദേശങ്ങൾ തരാനും ഒക്കെ വരാറുണ്ട്. അപ്പോ ശ്രീമതി സിന്ധു ആൻഡോ മാഡത്തിന് പ്രത്യേകം നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ഇനി നന്ദി പറയുവാനുള്ളത് നമ്മുടെ സ്കൂളിന്റെ കോർപ്പറേറ്റ് മാനേജർ. 6 സ്കൂളുകളാണ് കാൽഡിയൻ സിറിയൻ ചർച്ച് മാനേജ്മെന്റിന്റെ കീഴിലുള്ളത്. ഈ കോമ്പൗണ്ടിൽ തന്നെ 3 സ്കൂളുകളുണ്ട്. ഇവിടെ +2 ഹൈസ്കൂൾ സെക്ഷൻ, പിന്നെ LP സെക്ഷൻ. അപ്പോൾ ഈ 6 സ്കൂളുകളുടെ കോർപ്പറേറ്റ് മാനേജർ ആയിട്ടുള്ള ഡോക്ടർ സിസ്റ്റർ OU ജിൻസി, ആ സിസ്റ്റർ ഇപ്പൊ 2 വർഷമായി നമ്മുടെ കോർപ്പറേറ്റ് മാനേജർ ആയിട്ട്. അപ്പോ സിസ്റ്റർക്കും പ്രത്യേകം നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ഈ ചടങ്ങിലെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച PTA വൈസ് പ്രസിഡന്റ് ശ്രീ ജോയ്സൺ സാറിനും പ്രത്യേകം നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ ഈ ചടങ്ങിലെ സ്വാഗതം ആശംസിച്ചത് നമ്മുടെ പ്രധാന അധ്യാപകൻ, ഈ വർഷം ഇന്ന് ചാർജ് എടുത്ത പ്രധാന അധ്യാപകൻ ശ്രീ ജീൻ മൂക്കൻ മാസ്റ്ററാണ്.
അദ്ദേഹത്തിന് ഈ വർഷം മുതൽ അദ്ദേഹത്തിന്റെ ചുമതലകളൊക്കെ നിർവഹിക്കുന്നതിനായിട്ട് സർവേശ്വരൻ സഹായിക്കട്ടെ, വിദ്യാലയത്തിനെ കൂടുതൽ ഉന്നമനത്തിലെത്തിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഈ ചടങ്ങില് സ്വാഗതം അർപ്പിച്ച് സംസാരിച്ചതിന് പ്രത്യേകം നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ഇനി നന്ദി പറയുവാനുള്ളത് PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരോട് പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള മാതാപിതാക്കൾ ഓരോരുത്തരോടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. നിങ്ങൾ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവായിരുന്നു, നമ്മുടെ ഹോള് ചെറുതാണ്. സിസ്റ്റർ പറഞ്ഞതുപോലെ നമുക്കൊരു വലിയ ഓഡിറ്റോറിയമോ അല്ലെങ്കിൽ നമുക്കൊരു ഓപ്പൺ സ്റ്റേജോ അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനമൊക്കെ ഭാവിയിൽ ഉണ്ടാവും. അതുവേണ്ടി അടുത്ത PTA ഭാരവാഹികളോ അല്ലെങ്കിൽ മാനേജ്മെന്റോ അതിനൊക്കെ ശ്രമിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ നമുക്ക് എല്ലാ മാതാപിതാക്കളോടും കുറച്ച് അസൗകര്യങ്ങളുണ്ട്, നിങ്ങൾ എല്ലാവരും പരമാവധി സഹകരിച്ചു. അപ്പൊ എല്ലാ മാതാപിതാക്കളോടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനി എനിക്ക് നന്ദി പറയാനുള്ളത്, ഇത്ര നേരം ഇതൊക്കെ പറയുന്നത് സഹിച്ച് ക്ഷമിച്ച് ഒതുങ്ങി ഇവിടെ ഇരുന്ന എന്റെ പ്രിയ കുഞ്ഞു മക്കളോടാണ്. അപ്പൊ ആദ്യത്തെ ഒരു ചടങ്ങ് തന്നെ കുറെ അധികം നേരമൊക്കെ വൈകി നിങ്ങളെ പിടിച്ചിരുത്തേണ്ടി വന്നു. എന്നിരുന്നാൽ കൂടി നിറഞ്ഞ ഡിസിപ്ലിനോടുകൂടി നിശബ്ദതയോടുകൂടി ഇവിടെ ഇരുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ ഈ പരിപാടി ഇത്ര വിജയകരമായി പൂർത്തിയാക്കാൻ സഹായിച്ച എല്ലാ സ്റ്റാഫ് അംഗങ്ങളോടും ഇനി ആരെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.